ഗീസ് എല്ലാം നമ്മുടെ പുതിയ ലുക്സപ്പം. സോ അപ്പോൾ നമ്മൾ നൽകിയൊരു ബേബി ഗിഗനെട്ടോസോറസ് ആയിട്ടാണ് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഗിഗയായിട്ട് കളിക്കണേ. സോ അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ചാനലിൽ നല്ല സപ്പോർട്ട്, ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഓക്കെ, സോ അപ്പോൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവർ അവിടെ പോവേണ്ട. ഞാൻ ഇത് അല്ലാതെ രീതിയിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കി, അതായത് ഈ എഡിറ്റ് വോയിസ് റെക്കോർഡ് ചെയ്തിടാൻ നോക്കി, പക്ഷെ നല്ല സൗണ്ടാണ്, അതുകൊണ്ട് നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചു. സോ നമ്മൾ റെക്കോർഡ് ചെയ്തിടുകയാണ്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ വലിയ ചളിയും കാര്യങ്ങളൊന്നും പറയാനില്ല, കാരണം ചളി പറയുന്ന വീഡിയോസിനൊന്നും എനിക്ക് വലിയ വ്യൂ കിട്ടാറില്ല. എൻ്റെ ചളിയിൽ കുഴപ്പമാണോ നിങ്ങൾ കുഴപ്പമാണോ എനിക്കറിയത്തില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനൽ ഏകദേശം 90 സബ്സ്ക്രൈബേഴ്സായി. 10 സബ്സ്ക്രൈബറും കൂടെ ആയ നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആവും ഗെയ്സ്. ഓക്കെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ ഇടിച്ച് പൊളിക്കുക. സോ അപ്പോൾ നമുക്കിതിനെ എങ്ങനെയെങ്കിലും ഇന്ന് ഫുള്ളി ഗ്രോൺ ആക്കണം. ഫുള്ളി ഗ്രോൺ ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ അമ്മാമ്മ നെറ്റ് മിക്കവാറും എനിക്ക് തോന്നുന്ന ഒരു 10:30 11 ഞാൻ ഓഫ് ചെയ്യുന്നു. ഇപ്പം തന്നെ 10:14. സോ എനിക്കറിയത്തില്ല ഇനി എന്തായിരിക്കുമെന്ന്. ഓക്കെ, നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. നെറ്റ് എത്ര വരെ കിട്ടണം അതുവരെ നമുക്ക് ഗ്രോത്ത് ചെയ്യിപ്പിക്കാം കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ അവൻ്റെ കൂടെ പോവുകയാണ് കേട്ടോ, മറ്റേ നമ്മുടെ അമ്മയുടെ കൂടെ. ഇതിലൊരുത്തൻ ഗ്രൂപ്പ് വിട്ട് പോവുകയാണെന്നാണ് തോന്നുന്നത്, കാരണം അവൻ നമ്മളെ പോണ രീതിയിലല്ല പോകണം, അവൻ സൈഡിലോട്ടാണ് പോകണം. എന്തെങ്കിലാവട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വേറെ പണിയില്ല, നമ്മൾ നടക്കുകയാണ്. ഇതാണ് ഏറ്റവും ബിഗ് ബ്രദർ. നമ്മൾ യങ്സ്റ്റർ ആൻഡ് ദ യങ്ങർ വൺ. ആൻഡ് നമ്മുടെ ബാക്കി നിൽക്കുന്ന ഒരുത്തരാണ് നമ്മുടെ മിഡിൽ വൺ. ഓക്കെ, ഇവർക്ക് നല്ല സ്പീഡുണ്ട്. അതിലവൻ സബ് അഡൽറ്റാ പറയും, ഏത് നമ്മുടെ ബിഗർ വൺ, അതായത് ഏറ്റവും വലുതല്ല നമ്മുടെ കൂടെയുള്ള. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ സബ് അഡൽറ്റാണ് ഞാൻ കാണിച്ചുതരാം. നമ്മളിപ്പോൾ ഒരുത്തനെ ഓട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രോറാപ്റ്റർ ഭയങ്കര ശല്യം, കുറേ നേരം കൊണ്ട് ഒന്ന് ശല്യം ചെയ്യപ്പെടുന്നു. സോ നമ്മളിപ്പോൾ അവനെ ഓട്ടിച്ചുകൊണ്ട് ഇതോ വെള്ളത്തിൽ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ സബ് അഡൽറ്റായി, നമ്മൾ കട്ട് ചെയ്താണ് വീഡിയോ ഇടണം. ഓക്കെ, സോ നമ്മൾ സബ് അഡൽറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. എവിടെ ഓക്കെ, സബ് അഡൽറ്റ് 42. നമ്മുടെ ഫ്ലോക്കിൽ മറ്റവൻ അടിച്ചോളുന്നുള്ള ഷേപ്പാവും. നമ്മളെ ഫ്രണ്ടായിരുന്നു, ഞാൻ കാണിച്ചില്ല, മറ്റേ മിഡിൽ വൺ അവൻ അടിച്ചോളൂ ഫ്ലോക്കിൽ നിന്ന്. സോ അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഒരു ടീറക്സിനെ കൊന്നിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നമ്മളതുപോലെ 77% ആയി. ഇവിടെ 2 PvP ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, സോ നമ്മളിപ്പോൾ ടീറക്സിനെയും കൊന്നു, അതിൻ്റെ മുട്ടേനെയും കൊന്നു, പിന്നെ മറ്റ സാധനത്തിനെയും കൊന്നു. ഏത് ഓർണിത്തോമൈമസ് ഇതാ കിടക്കുകയുണ്ട് നമ്മൾ കൊന്നത്. ഓക്കെ, നമ്മളിവിടെ കുറച്ച് പേര് ഇങ്ങനെ ചുമ്മാ കൊന്നാക്കിയിട്ട് കളിക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ഫുഡില്ലേ നാണ് കേട്ടോ, ചുമ്മാ അല്ല കേട്ടോ. അയ്യോ, ഓക്കെ, നമ്മളിപ്പോൾ എത്ര 71 77 അല്ല 71. ഇപ്പോഴും സബ് അഡൽറ്റ് തന്നെയാണ്. അഡൽറ്റ് ആവണമെങ്കിൽ 100% ആണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ നമ്മുടെ ബിഗ് ബ്രദർ പോയിട്ട് ഫൈറ്റിന് പോവുകയാണ്. നല്ല ഡാമേജ് വന്നു. ഓക്കെ, നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്ലീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ബ്ലീഡ് ചെയ്യിപ്പിച്ചോ? ഇല്ല. ഓക്കെ, അവന് ബ്ലീഡിങ് കൊടുത്തിട്ടുണ്ട്, അത് മതി. സോ നമുക്ക് നല്ല ഡാമേജ് ഉണ്ട്. അവ അഡൽറ്റ് ആവാറേ. അതാണ് നമുക്ക് നല്ല ഡാമേജ് ഉണ്ട്. പക്ഷെ നമുക്ക് ബ്ലീഡിങ് എഫക്റ്റ് കൊടുക്കാൻ പറ്റി, മീൻസ് നല്ല രീതിയിൽ ബ്ലീഡിങ് കൊടുക്കാൻ പറ്റി. അത് നന്നായി, അത്രയെങ്കിലും പറ്റിയല്ലോ. ഓക്കെ, നമുക്ക് എന്തായാലും ഇപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 91 എനിക്ക് 4-5 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ അഡൽട്ടാണ്. ഇത് എവനൊന്നും കൊല്ലം, കാരണം നമ്മളീ സൈഡിൽ കിടക്കണം. മറ്റേ മിഡിൽ വണ്ണ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചേ ഉള്ളൂ. നമ്മളെ ഫ്രണ്ടായിരുന്നു. എൻ്റെ കൂടെ PvP ചെയ്യണ സമയത്ത് പെട്ടെന്ന് അവൻ എന്താ പറയുക സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഈ സാധനം വന്ന് നൈസിൽ കൊന്നു. എനിക്ക് അവനെ കൊല്ലണം, കിട്ടണല്ലേ അവനെ. നമ്മൾ സ്ലോ ആയിപ്പോയി ഇതിൽ. കുഴപ്പമില്ല, ഇഷ്ടം പോട്ടെ. നമുക്ക് അടുത്ത എപ്പോഴെങ്കിലും ചാൻസ് കിട്ടില്ല, അപ്പോൾ എടുക്കാം. ഇതൊരു കോസിയൊക്കെ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഗ്രൂപ്പിൽ കയറിയിട്ടില്ല ഇതുവരെയും, കയറ്റാനാണ് എൻ്റെ പ്ലാന്. അവൻ്റെ അടുത്ത് അവൻ ഓൾറെഡി ഒരു ഫ്ലോക്കിലുണ്ട്, അതിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് കയറ്റാം ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. സോ കണ്ടവ റിക്വസ്റ്റ് ചോദിക്കുകയാണ്, പക്ഷെ എനിക്ക് പറ്റൂല, കാരണം അവ ഓൾറെഡി ഞാൻ കാണിച്ചില്ല ഇവിടെ താഴോട്ട് വിട്ടെ.
താഴോട്ട് എവിടെയാണ് ഇവനാണ്. ഇവൻ എന്തിനാ ഹസീബീസ് അവനാ. അവൻ ഓൾറെഡി ഒരു ഫ്ലോക്കിലുണ്ട്. യു ആർ ഇൻ അതർ ഫ്ലോക്ക്, അല്ല അതർ ഫ്ലോക്ക്, അതർ പാക്ക്. ഓക്കെ, നമുക്ക് ലീവ് ചെയ്യാൻ പറയാം ഗൈസ് അവൻ്റെ അടുത്ത്. ആ പാക്ക് ലീവ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ലീവ് ചെയ്യാൻ പറ്റുള്ളൂ. 93 ഓക്കെ, നമ്മുടെ ഫുള്ളി ഗ്രോൺ ചെയ്തിട്ടുള്ളത് നമ്മുടെ സരാക്കസോറസിനെ ഫുള്ളി ഗ്രോൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതിനെ ഫുള്ളി ഗ്രോൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്പൈനോസോറസിനെ ഫുള്ളി ഗ്രോൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏതായിരുന്നു, പിന്നെ ഇപ്പോൾ ഗിഗേന്, പിന്നെ സിലോപ്പസ് ചെറുത്, പിന്നെ കോസി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി പറഞ്ഞ ഏതെങ്കിലും വീഡിയോ നമുക്ക് സരാക്കസോറസിട്ട് കളിക്കാൻ നോക്കാം. വാങ്ങിക്കണം എനിക്ക്. ഓക്കെ, 328 ജംസേ ഉള്ളൂ, നമുക്ക് 650 ജംസ് വേണം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫൈനലി 100 ആവാറായി. ഓക്കെ, നമുക്ക് 1 2 3. ഓക്കെ, നമ്മൾ ഫൈനലി അഡൽട്ട് ആയിരിക്കുന്നു ഗൈസ്. യെസ്, ദ മോമെൻറ്റ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ, അല്ലെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത സമയം നമ്മൾ അഡൽട്ടായിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ഇത്തിരി കുറവുണ്ട് ഗൈസ്, അത് വേറെ നിങ്ങൾ വലിയ കാര്യമാക്കണ്ട. അപ്പോൾ എന്തായാലും അവന്മാരിവിടെ PvP കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഇത്രയേ ഉള്ളൂ, നമ്മൾ നിർത്താൻ പോവുകയാണ്. നമുക്ക് അവന്മാരെ മിക്കവാറും നമ്മളടിക്കും. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല നല്ല ഡൈനോസേഴ്സ് ടീറക്സ് ആയിട്ട് വരാൻ നോക്കാം. ഓക്കെ, അതിന് ആ ഒരു വീഡിയോക്ക് 500 അടിക്കണം ഗൈസ്, എന്നാലും നമ്മൾ ടീറക്സ് ആവുള്ളൂ. സോ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ.